ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, നമ്മുടെ ഇന്റഗ്രേഷൻ ഉദ്ഗ്രഥിതം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. എൻ്റെ മക്കൾ എല്ലാവരും നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണണം കേട്ടോ. പരീക്ഷ അടുത്തു. ഒരുപാട് ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസും ഒക്കെ നമ്മുടെ സൈലം ചാനലിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും അത് കാണുക. പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ. അപ്പൊ നമ്മുടെ ഓണപരീക്ഷയുടെ മാതൃകാ ചോദ്യങ്ങൾ, ഒരുപാട് മാതൃകാ ചോദ്യങ്ങളുമായിട്ടുള്ള കോണ്ടന്റ് ആണ് ടീച്ചർ വരും ദിവസങ്ങളിലൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇന്ന് ടീച്ചർ ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദ്യം നമുക്ക് നോക്കാം. ഏതു പരീക്ഷയ്ക്കും കാണുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. വിവരണം തയ്യാറാക്കാം. എങ്ങനെയാണ് ഒരു കാര്യത്തെ പറ്റി വിവരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്നറിയാനുള്ളത്. വിവരണം തയ്യാറാക്കണ്ടേ? നമുക്ക് നോക്കാം കേട്ടോ. ചിത്രത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക. ഇവിടെ ഈ ഒരു ചിത്രം കാണുന്നുണ്ട് കേട്ടോ. ഒരു കളർ ചിത്രം അല്ല, ഇങ്ങനെ ഒരു ചിത്രമാണ് പരീക്ഷയ്ക്ക് തരിക. ഇത് മുൻ വർഷ ചോദ്യമാണ്. ഈ ഒരു ചിത്രം നോക്കിയിട്ട് എന്താണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മളൊരു വിവരണം തയ്യാറാക്കണം. നമ്മൾ കാണുന്നുണ്ട്, എന്തിനൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു പക്ഷിയുണ്ട്, ഇവിടെ ഒരു കൊടിമരമുണ്ട്. ഇതൊക്കെ ഒരു സ്കൂളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സ്കൂളിലെ മുറ്റത്ത് പാർക്കിലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കുണ്ട്, അതുപോലെ മരങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഏത് ചിത്രമാണ് തരുന്നത് അതിന് ശരിക്കൊന്ന് നോക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ മക്കൾ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷിയെ പെട്ടെന്ന് കണ്ടില്ലേ? അതുപോലെ ഇവിടെ കൊടിമരത്തെ കണ്ടില്ലേ? ഇവിടെ മരങ്ങളെ കണ്ടു അല്ലേ? ഇതൊരു സ്കൂളല്ലേ? ആ സ്കൂളാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെ ഒരു കൊടിമരമുണ്ട്, അതുപോലെ കളിക്കുന്ന സ്ഥലമുണ്ട് അല്ലേ? നിങ്ങളുടെ സ്കൂളിലും അതില്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. അപ്പൊ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? കൊടിമരം, പിന്നെയോ പാറുന്ന തത്തയുണ്ട്, അതുപോലെ വലിയ മരങ്ങളുണ്ട്, പിന്നെ എന്തുണ്ട്? കളിസ്ഥലമുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇത് നമ്മളൊന്ന് വിവരിച്ചെഴുതണം. എങ്ങനെയാ വിവരിച്ചെഴുതാന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. നോക്കിക്കോളൂ കേട്ടോ. ചിത്രത്തിൽ കാണുന്ന വലിയ കെട്ടിടമാണ് ഈ സ്കൂൾ അല്ലേ? ചുറ്റും വലിയ മരങ്ങൾ കാണുന്നു. മനോഹരമായ പൂന്തോട്ടവും കളിസ്ഥലവും ഇവിടെ കാണാം. ഒരു കൊടിമരവും പാറുന്ന ഒരു തത്തയെയും നമുക്ക് ചിത്രത്തിൽ കാണാം അല്ലേ? ചിത്രത്തിൽ കാണുന്ന വലിയ കെട്ടിടമാണ്, വലിയ കെട്ടിടം അല്ലേ? വലിയ കെട്ടിടമാണ് ഈ സ്കൂൾ എന്ന് വേണ്ട, നമുക്ക് സ്കൂൾ എന്ന് മാത്രം എഴുതാം. കെട്ടിടമാണ് സ്കൂൾ. അല്ലെങ്കിൽ ചിത്രത്തിൽ ഒരു വലിയ കെട്ടിടം, സ്കൂള്, അങ്ങനെ മാത്രം നമുക്ക് എഴുതാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിത്രത്തിൽ കാണുന്ന വലിയ കെട്ടിടമാണ് സ്കൂൾ അല്ലേ? ചുറ്റും വലിയ മരങ്ങൾ കാണുന്നില്ലേ? നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ? ചുറ്റും എന്തുണ്ട്? വലിയ മരങ്ങളുണ്ട്. ഈ ഭാഗത്തുണ്ട് അല്ലേ? ചുറ്റും വലിയ മരങ്ങൾ കാണാം. പിന്നെയോ മനോഹരമായ പൂന്തോട്ടമുണ്ട്. ഒരുപാട് ചെടികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ ചെടികളുണ്ട് അല്ലേ? കളർ അല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ പരീക്ഷയ്ക്ക് കളർ ഫോട്ടോ ആയിരിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ടീച്ചറും കളർ ചിത്രം കൊടുക്കാഞ്ഞത്. അതാവുമ്പോൾ മക്കൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. കളർ മനോഹരമായ പൂന്തോട്ടവും കളിസ്ഥലവും ഇവിടെ കാണാം. ഒരു കൊടിമരവും, പിന്നെ എന്തുണ്ട്? ഒരു കൊടിമരവും പാറുന്ന തത്തയെയും നമുക്ക് കാണാം. വിവരണമായി ഇത്രയും വിവരണം തയ്യാറാക്കേണ്ടതുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ടീച്ചർ കാണാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മക്കൾക്ക് അങ്ങനെയും വിവരണം തയ്യാറാക്കാം കേട്ടോ. അപ്പൊ ഒരു ചിത്രം തരും, അത് നോക്കുക, അതിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് നിങ്ങൾ വിവരിച്ചങ്ങ് എഴുതുക. അത്രയേ ഉള്ളൂ വിവരണം തയ്യാറാക്കാം കേട്ടോ. ഇതുപോലത്തെ പരീക്ഷാ ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.